ഹല്ലേലൂയ. ജേക്കബ് റിവൈവ്ഡ്. അവൻ വീണ്ടും ഉണർത്തപ്പെട്ടു. ഇന്ന് കർത്താവ് എന്നോട് ആ ദൂതനെ പറഞ്ഞ, ചിലർ എവിടെയൊക്കെയോ തളർന്നു പോയി, ചിലർ എവിടെയൊക്കെയോ ക്ഷീണിച്ചു പോയി. നിന്നെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. നിന്നെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. നിന്നെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. അടുത്തൊരു കാര്യം, നിന്നെ ഇങ്ങനെ ആക്കിയ ചില കള്ളത്തരങ്ങളുണ്ട്. ദൈവം അതിനെ പൊളിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ദൂതിതാണ്, ചില കള്ളത്തരങ്ങളെ ദൈവം പൊളിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ തലമുറയെ, നിന്റെ മുൻപോട്ടുള്ള ചുവടുകളെ, നിന്റെ ദർശനത്തെയൊക്കെ ചില കള്ളങ്ങൾ മെനഞ്ഞ്, ചില കള്ളങ്ങൾ പറഞ്ഞ് അതിലൂടെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു. ഇനി സത്യത്തിൻ്റെ കാലമാണ്. സത്യം വിജയിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ സത്യങ്ങൾ നടക്കും, സത്യങ്ങൾ വെളിപ്പെടും, കള്ളങ്ങൾ പൊളിയാൻ പോകുകയാണ്. ഇന്ന് തികഞ്ഞ പരിശുദ്ധാത്മ നിയോഗത്തോടെയാണ് ഞാൻ ഈ വചനം പറയുന്നത്. ഇന്ന് ഇതിനകത്ത് ഭയങ്കര ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടാകും. ഇതിനകത്ത് ഭയങ്കരമായി ചിലർ വീണ്ടും ദൈവശക്തിയുടെ ഭാഗത്തേക്ക് നടത്തപ്പെടും. അതെനിക്ക് ഉറപ്പാണ്. ഈ വചനം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിൻ്റെ ഒരു ഭാഗം ദൈവം എന്നിലേക്കും അയക്കും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അല്ല, ഞാനത് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പോരാട്ടങ്ങൾ നടത്തിയ മനുഷ്യനാണ് യാക്കോബ്. പോരാടി 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 ജീവിതത്തിൽ ഒരു ജയത്തിലേക്ക് എത്തിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. പോരാട്ടങ്ങളുടെ ഒരു ജീവിതം. ജനിച്ചപ്പോൾ മുതൽ പോരാട്ടമാണ്. അല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആ പോരാട്ടം തുടങ്ങി. പ്രൈസ് ഗോഡ്. അവൻ അവിടുന്ന് പോരാടി ഇറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അവൻ ജ്യേഷ്ഠാവകാശം പോരാടി വാങ്ങിയതാണ്. അവൻ അപ്പൻ്റെ അനുഗ്രഹം പോരാടി വാങ്ങിയതാണ്. ഹല്ലേലൂയ. അതിലൊക്കെ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവനെ ജ്യേഷ്ഠാവകാശം വാങ്ങാനും അവൻ്റെ അപ്പൻ്റെ അനുഗ്രഹങ്ങളെ വാങ്ങാനും സഹായിച്ചത് അവൻ്റെ അമ്മയാണ്. എന്തുകൊണ്ട് അമ്മ അങ്ങനെ അവനെ സഹായിച്ചു? അമ്മ കേട്ടൊരു ദൈവശബ്ദം. ഗ്ലോറി ടു ഗോഡ്. അമ്മ കേട്ടൊരു ദൈവശബ്ദം. ഞാൻ ഇതിനകത്ത് പറയാം, ചിലർ ഓർക്കും ഈ അമ്മ കള്ളത്തരം കാണിച്ചത് അല്ല, യാക്കോബ് കള്ളത്തരം കാണിച്ച അല്ല, മറിച്ച് അവൾ അവിടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ വേദനയിൽ ഒരു ഡോക്ടറെ കാണാൻ പോയില്ല, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ തയ്യാറായി. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഉദരത്തിനകത്ത് 2 ജാതികളാണ് വളരുന്നത്. അതിൽ ഇളയവൻ, ആമേൻ ആമേൻ ആമേൻ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ആമേൻ. ഇളയവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകും. അവൾ ആ ശബ്ദം കേട്ടതുകൊണ്ട് അന്നു മുതൽ അവളെ ഒന്നാമനാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറകളെ കുറിച്ചുള്ള ദൈവ പദ്ധതികളെ അറിയുവാൻ മാതാവേ നീ തയ്യാറാകുകയും അത് തിരിച്ചറിഞ്ഞ് നിന്റെ തലമുറയെ ആ ലെവലിൽ വളർത്താൻ നീ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആത്മാവിലൊരു ദൂത് പറയുന്നു. നിന്റെ തലമുറയെക്കുറിച്ചൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ചൊരു ദൈവഹിതമുണ്ടെങ്കിൽ അതിന് ഒത്തവണ്ണം വഴികളെ തിരിച്ചുവിടാൻ നീ തയ്യാറാകണമെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. കൈ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ചില തലമുറകളെ കുറിച്ചുള്ള ഭാവി പദ്ധതികളെ ദൈവം നിന്നെ അറിയിക്കാൻ പോകുകയാണ്. അല്ല, നിന്റെ തലമുറ എവിടെ എത്തുമെന്നും എന്താകുമെന്നും ആരാകുമെന്നും നിന്നോട് ദൈവം അറിയിക്കാൻ പോകുന്നു. ഇന്ന് ആ ദൂത് വിശ്വസിക്കുകയാണെങ്കിൽ തലമുറയെക്കുറിച്ചുള്ള സംഘർഷങ്ങൾ ആമേൻ ഇന്ന് പകൽ മാറുകയാണ്. ഹല്ലേലൂയ. ഹാഗാറിനോട് നിന്റെ തലമുറ എന്താകുമെന്ന് പറഞ്ഞ ദൈവം, ആമേൻ ഹന്നയോട് നിന്റെ തലമുറ എന്താകുമെന്ന് പറഞ്ഞ ദൈവം അതേ ദൈവമാണ് നിന്റെ ദൈവം. ഒത്തിരി പോരാടി ജീവിതം നയിച്ചൊരു മനുഷ്യനാണ് യാക്കോബ്. അമ്മയുടെ ഉദരത്തിൽ പോരാടി,
ജ്യേഷ്ഠനോട് പോരാടി, അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുത്തു. വഴിയാത്രകളിൽ ഒറ്റപ്പെട്ടുള്ള യാത്ര. ആ യാത്രയിൽ ലാബാൻ്റെ വീട്ടിലെത്തുന്നു. അവിടെയും നീണ്ട വർഷങ്ങൾ പോരാട്ടങ്ങളാണ്. ആമേൻ. ആ പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പോരാട്ടവുമായി അവിടെ നിന്ന് ഇറങ്ങി വഴിയാത്രയിൽ എത്തുമ്പോൾ തകർക്കാൻ ഏശാവ് വരുന്നു. പുറകിൽ നിന്ന് ലാബാൻ വരുന്നു. അവിടെയും അവൻ പ്രാർത്ഥന മുറിയിൽ പോരാടി അവനൊരു അഡ്രസ് ഉണ്ടാക്കി. നിന്റെ അഡ്രസ് പ്രാർത്ഥന മുറിയിൽ നിന്നുണ്ടാകട്ടെ. ദൈവം ചിലർക്ക് അഡ്രസ് തരാൻ പോവുക കേട്ടോ. ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. നീ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിനക്ക് പുതിയൊരു അഡ്രസ് ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ മനുഷ്യരോട് പോരാടി, ദൈവത്തോട് പോരാടി. അവിടെ അവൻ പോരാടി യാക്കോബായവൻ ഇസ്രായേലായി മാറ്റപ്പെട്ടു. നമ്മൾ ചിന്തിക്കും എല്ലാം അവസാനിച്ചെന്ന് തോന്നുകയാണ്. അവന് മനസ്സിലായി തന്നെക്കുറിച്ചൊരു വലിയ ദൈവ പദ്ധതിയുടെ ആ ഭാഗത്തേക്ക് താൻ എത്തിയിരിക്കുക. ആ ദൈവഭാഗത്തേക്ക് താൻ എത്തി എല്ലാം ഓക്കെയാണെന്ന് ചിന്തിച്ച് ഒരു ശാന്തതയുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം താൻ കേട്ട വാർത്ത, താൻ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരൊറ്റ വാർത്ത ഇസ്രായേലായിരുന്നവൻ യാക്കോബിലേക്ക് അതമ്പതിച്ചു. തുടർന്നുള്ള ചില കാലഘട്ടം നോക്കിയാൽ ഇവൻ ഇസ്രായേലായിട്ടല്ല തുടരുന്നേ, അവനൊരു യാക്കോബായിട്ടാണ് തുടരുന്നേ. പക്ഷെ അവൻ ഒരു ദൈവപദ്ധതിയുടെ ഭാഗമാണെന്ന് അവൻ അറിയാം. ഈ യോസേഫിന്റെ നഷ്ടം മുതൽ ഇദ്ദേഹത്തിന് ഇവന് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. അദ്ദേഹം പറയുന്ന വാക്ക്, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞാൽ താൻ എന്തിനു വന്നു, എന്തിന് ജീവിച്ചു, എന്തിന് പോരാടി, തന്നെക്കുറിച്ചുള്ള ദർശനം എന്താ, തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ, ഇതെല്ലാം താൻ മറന്ന് എങ്ങനെയെങ്കിലും തള്ളി നീക്കുന്നൊരു ജീവിതം, എങ്ങനെയെങ്കിലും ഇതൊന്ന് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് രാത്രിയാകുമ്പോൾ രാവാകാനും, രാത്രിയാകുമ്പോൾ പകലാകാനും, പകലാകുമ്പോൾ രാത്രിയാകാനും തള്ളി നീക്കുന്ന ഒരു ജീവിതം. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിലൂടെ വിവേചിക്കുകയാണ്. നിന്റെ മേലുള്ള വിളിയും നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പും നിന്റെ മേലുള്ള ദൈവനിർണയവും വലുതാണ് സഹോദര, സഹോദരി. നീ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിതത്തെ ഉന്തിത്തള്ളി നീക്കേണ്ടവനല്ല. ഇതിനൊരു സ്റ്റോപ്പ് വരാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ വിടരുത്. ഒരു അഭിഷക്തന്മാരും ഈ ദൂത് വിടരുത്, ഒരു കുടുംബവും ഈ ദൂത് വിടരുത്. ഇന്ന് ഈ ദൂത് നിങ്ങളുടേതാക്കി മാറ്റിക്കോണം. ഈ ദൂതിനകത്ത് ചില അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ പ്രീച്ച് ചെയ്യുന്നത്. പ്രസംഗിക്കുകയല്ല, ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. ഇവൻ ഇങ്ങനെ തള്ളി നീക്കുക. അവൻ എന്തോ ഒരു സത്യത്തിൽ ലോകം പറഞ്ഞ, മക്കൾ പറഞ്ഞ, പ്രിയപ്പെട്ടവർ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഉറച്ച് അവൻ തൻ്റെ ജീവിതം അവസാനിക്കാനിരിക്കുക. ഞാൻ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നീ വിശ്വസിക്കുന്ന പലതും കള്ളമാണെന്ന് തെളിയാൻ പോകുന്ന ദിനങ്ങൾ വരുന്നു. ആമേൻ പറഞ്ഞില്ല. നീ വിശ്വസിക്കുന്ന പലതും കള്ളമാണെന്ന്, നിനക്കിനി മുൻപോട്ട് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് നീ വിശ്വസിക്കുന്ന ചിലത് കള്ളമാണെന്ന്, നിന്റെ ശരീരത്തിൽ തുടരുന്ന ഈ രോഗം നിന്നെ തകർക്കുമെന്ന് പറയുന്നത് കള്ളമാണെന്ന്, നിന്റെ തലമുറകൾ തീരുമെന്ന് നീ വിശ്വസിക്കുന്ന പലതും കള്ളമാണെന്ന്, ഈ കടക്കണിയിൽ നീ മുങ്ങിപ്പോകുമെന്ന് നീ വിശ്വസിക്കുന്നത് കള്ളമാണെന്ന്,
ഓ, എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ പ്രശ്നം എൻ്റെ കുടുംബത്തെ തകർക്കുമെന്ന് നീ വിശ്വസിക്കുന്നത് കള്ളമാണെന്ന് പറയുന്ന, നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്ന ചില പ്രശ്നങ്ങൾ നിന്നെ തീർക്കുമെന്നും നീ ഒരു അപമാന പാത്രമാകുമെന്നും വിശ്വസിക്കുന്നത് കള്ളമാണെന്നും ദൈവം തെളിയിക്കുന്ന ദിനങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ, ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ദർശനത്തിനും നിന്റെ അഭിഷേകത്തിനും നിന്റെ നിയോഗത്തിനും വിരോധമായി പൊങ്ങി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിന് മുമ്പിൽ പൊളിച്ചു കളയുകയാണ്. കരങ്ങൾ അടിച്ചാത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തോ. ഇത് മറ്റാരോടാണ് ഉള്ള ദൂതാണെന്ന് ഓർത്ത് നീ ഇരിക്കും, പക്ഷെ നീ ഓർത്ത് നിന്നോടാണ് ഈ ദൂത്. ഇതൊരു കള്ളമാണ്. ഇവനെ ഇങ്ങനെ ആക്കിയതിന് ഒരു കള്ളത്തിന്റെ കെറോഫില. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫ് അയച്ച രഥങ്ങൾ കണ്ട് അവൻ ചൈതന്യം പ്രാപിച്ചു. ആമേൻ പറയാൻ പറ്റുമോ? ചൈതന്യം പ്രാപിച്ചു. നിങ്ങൾ അടുത്ത വാക്ക് കേട്ടാൽ ഇങ്ങനെ പറയും. അവൻ പറയുന്നു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ ജോസഫിനെ കാണുമെന്ന് യാക്കോബ് പറഞ്ഞെന്നല്ല, ഇസ്രായേൽ പറഞ്ഞു. ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, യാക്കോബിന്റെ വാക്കുകൾ നിൽക്കാൻ പോകുകയാണ്, ഇസ്രായേൽ സംസാരിക്കാൻ പോകുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തെ വാക്തത്വ മനുഷ്യൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. നിന്റെ അകത്തെ വാക്തത്വ മനുഷ്യൻ ചിലത് സംസാരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. തളർന്നുപോയ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പ്രശ്നങ്ങളിൽ വീണുപോയ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇന്നലകളിൽ മെനഞ്ഞ ചില കള്ളക്കഥകൾ നിമിത്തം നിന്റെ ഉണർവും നിന്റെ അഭിഷേകവും നിന്റെ ശുശ്രൂഷയും നിന്റെ കുടുംബത്തിൻ്റെ പ്രതാപവും തകർത്ത് കളഞ്ഞ് നിന്നെ ഒരു കോണിൽ ഒതുക്കിയ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില കള്ളങ്ങളുടെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു. ഇനി അടുത്തൊരു കാലഘട്ടം ദൈവം നിനക്കായി തുറക്കുകയാണ്. എന്തിനു വേണ്ടി? നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ, നിന്നെ ഏൽപ്പിച്ച നിയോഗം ചെയ്യാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എല്ലാവരും കരം അടിച്ചൊരാമയും പറഞ്ഞാട്ടെ. ഇതിന്റെ അകത്ത് ദൂതിത്രയുള്ളൂ. ഇങ്ങനെ നിന്റെ ജീവിതം തീരത്തില്ല. ഒന്നുകൂടെ പറയാം, ഇങ്ങനെ നിന്റെ ജീവിതം തീരത്തില്ല. ഇങ്ങനെ നിന്റെ ജീവിതം തീരത്തില്ല. കരഞ്ഞും കൂകിയും നിലവിളിച്ചും മാറത്തടിച്ചും നിരാശകൾ പറഞ്ഞും ദുഃഖം പറഞ്ഞും നരകം കണ്ടും പാതാളം പറഞ്ഞും നിന്റെ ജീവിതം തീരത്തില്ല. നീ അനുഗ്രഹിച്ചും നീ പ്രവചിച്ചും നീ ദൈവദർശനം പറഞ്ഞും മാത്രമേ ഈ ഉലകത്തിൽ നിന്ന് പോകത്തുള്ളൂ. ദൈവം നിന്നെ ദർശനത്തിലേക്ക് തിരിക്കാൻ പോകുകയാണ്. Oh Jesus. ഇതിനകത്തൊരു വലിയ ദൂത് പറയാം. ഹല്ലേലൂയ. ഒരു വലിയ ദൈവശബ്ദം പറയാം. ആ ദൂത് ഇതാണ്: നിനക്കൊരു ഗോൾഡൻ ടൈം ദൈവം തരും. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈകളെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഒരു ഗോൾഡൻ ടൈം നിനക്ക് ദൈവം തരും. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഇവിടെ. ഇവിടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ. എന്തിന്? എന്തിന്? നിന്നെ ഏൽപ്പിച്ച ദർശനം പൂർത്തീകരിക്കാൻ. കൈ ഉയർത്തി രാമേ പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച, ഉറക്കെ പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച ദർശനം പൂർത്തീകരിക്കാൻ. നീ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും ഇരുന്നു കൊണ്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിന്നെ ഒരുക്കുമെന്നൊരു ദൂത് പറഞ്ഞാൽ എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? പിശാചിന്റെ ഒരു ചതി ഇന്ന് പൊളിയട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. അതെന്താ? നിനക്കൊരു ദർശനമുണ്ട്. കേട്ടില്ല? നിന്നിലൂടെ ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ ദൈവത്തിൻ്റെ ഒരു അസൈൻമെന്റുമായി വന്ന വ്യക്തിയാ. നിന്നിലൂടെ ദൈവത്തിന് ഒരു വലിയ അസൈൻമെന്റ് ചെയ്യാനുണ്ട്.
ദൈവം ചെയ്യേണ്ട കാര്യം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് ദർശനം, ശുശ്രൂഷ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വാക്കാവർത്തിക്കാം. ദൈവം ചെയ്യേണ്ട ഒരു കാര്യം നിന്നക്ക് കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് മിനിസ്ട്രി, ദർശനം. ഞാൻ അതിനൊരു ദൂത് പറയാം. അത് ചെയ്യാൻ ദൈവം നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കും. അതിനുവേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, അതിനുവേണ്ടി അടയാളങ്ങൾ ചെയ്യും, അതിനുവേണ്ടി ചെങ്കടൽ പിളർക്കും, അതിനുവേണ്ടി യോർദാൻ വറ്റിക്കും, അതിനുവേണ്ടി യെരിഹോവിനെ ഇടിക്കും, അതിനുവേണ്ടി മന്ന ഇറക്കും, അതിനുവേണ്ടി കാടയെ പറത്തും, അതിനുവേണ്ടി അവൻ സൂര്യനെ നിർത്തും, അതിനുവേണ്ടി ചന്ദ്രനെ നിർത്തും. കാരണം നിനക്കൊരു ദർശനമുണ്ട്. അതിന് വിരോധമായി ഇളകി മറിയുന്ന കാറ്റുകളെ അടക്കും, കടലുകളെ ശാന്തമാക്കും. നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കും. കാരണം നീ ഒരു ദർശനമുള്ളവനാണ്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അതിലേക്ക് കയറാൻ പോകുകയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ തീരൂ, എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കൂ എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചോ, എനിക്കങ്ങനെ ജീവിക്കാൻ മനസ്സില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതം തീരുവെന്ന് തെളിയിക്കുന്ന 10 വാക്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തോ. പക്ഷെ എനിക്ക് ബലം തരുന്ന 3 വാക്യമുണ്ട്, അത് ഞാൻ എടുത്തോളാം. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. ചില വചനത്തെ അങ്ങ് കയറി അങ്ങ് പിടിച്ചോണം, അതിനെ വലിച്ചിറക്കിക്കോണം. ഗ്ലോറി. അത് എൻ്റേതാന്ന് പറഞ്ഞോണം. യൂദാ കെട്ട് ഞാൻ വീണ് ചത്തു, അത് അവൻ്റേതാ, അത് എൻ്റേതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ആ വാക്ക് പറയുന്നു, നിനക്കൊരു ഗോൾഡൻ ടൈം ദൈവം തരും. പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തതെന്ന് പറഞ്ഞു. ഒരു ഗോൾഡൻ ടൈം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം നിനക്ക് തരും. എന്തിന്? നിന്നെ ഏൽപ്പിച്ച മിഷൻ പൂർത്തീകരിക്കാൻ, നിന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ അസൈൻമെന്റ് പൂർത്തീകരിക്കാൻ. അതിന് നീ ആരോഗ്യത്തോടെ വേണം, അതിന് നീ ധൈര്യത്തോടെ വേണം, അതിന് നീ രാജാവിനെ പോലെ വേണം. കൈ ഉയർത്തി ആമേൻ പറയാൻ പറ്റുന്നവർ ചേർന്നൊരു ആമേൻ പറ. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ നീ ഒരു രാജാവിനെ പോലെ വേണമെന്ന് ദൈവം പറയുന്നു. ഒരു അധികാരിയെ പോലെ വേണമെന്ന് ദൈവം പറയുന്നു. ഇന്ന് അതുകൊണ്ട് അതിനു വേണ്ടി നിന്റെ ദർശനത്തെ പൂർത്തീകരിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം നിന്റെ മുമ്പിലേക്ക് ദൈവം ഇങ്ങനെ ഒരുക്കി തരാൻ പോകുകയാണ്. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇങ്ങനെ നീറി തീരത്തില്ല നിന്റെ ജീവിതം. തലമുറയുടെ പ്രശ്നം, കുടുംബത്തിൻ്റെ പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നം, ഇതിനകത്ത് അടിച്ച് തീരത്തില്ല നിന്റെ ജീവിതം. നീ സ്വസ്ഥതയോടെയും സമാധാനത്തോടെ ഇരുന്ന് ദൈവപ്രവൃത്തി കണ്ട് അതിനെ പൂർത്തീകരിച്ചിട്ടേ നീ മരിക്കത്തുള്ളൂ. കൈകളെ ഉയർത്തി ആമേൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളിൽ നിനക്ക് വന്ന അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, പെടുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആമേൻ, അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആമേൻ ആമേൻ, പലവിധ വൈറസ് രോഗത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടത്. എന്തോ ഒരു അസൈൻമെന്റ്, ഏതോ ഒരു വലിയ ദർശനം നിനക്ക് ദൈവം ശേഷിച്ചിരിക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ. കൈ ഉയർത്തി പറ, ഞാനത് സ്വീകരിക്കുന്നു. The mighty name of Jesus. തുടരും. കർത്താവ് ഇടപെടും, ആഴത്തിലിടപെടും. ചിലതെല്ലാം പൊളിയാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോൾഡൻ ടൈം. ഇപ്പം ഞാൻ ഓർത്തത് അങ്ങനെയൊന്നും ഇല്ലെന്നാ ഓർത്തെ. ഇങ്ങനെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ അടിച്ച് തല്ലിയ ജീവിതം തീരത്തുള്ളതാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന കേട്ടോ. ഞങ്ങളോട് സംസാരിക്കാത്ത ഒരു ദൂതും നിങ്ങളോട് സംസാരിക്കത്തില്ല. ഞങ്ങൾക്ക് ജീവനാകാത്ത ഒരു വചനവും നിങ്ങൾക്ക് തരത്തില്ല. ഞങ്ങൾക്ക് ജീവനായത് നിങ്ങൾക്ക് തരുമ്പോഴാണ് അത് ജീവിപ്പിക്കുന്നത്.
അല്ലാതെ ഒരു പുസ്തകം നോക്കിയിട്ട് വടി എന്നൊരു പേരിട്ടിട്ട് ആ പ്രസംഗം മൊത്തം തീർക്കുകയല്ല ഇവിടെ. ചെരുപ്പ് അതൊന്നും അല്ല, അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. നമ്മളെ അതിനൊന്നും കിട്ടത്തില്ല. ജനത്തിനുള്ള ദൈവശബ്ദം തരുന്നത് നിങ്ങൾക്ക് തരികയാ. അതുകൊണ്ട് ഈ ദൂതിനകത്ത് നിങ്ങൾ ചാടി എഴുന്നേറ്റിരിക്കും, ഉറപ്പാ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ സെക്കൻഡുകൾ കൊണ്ട് മാറിയിരിക്കും. നിന്റെ അന്തരീക്ഷങ്ങൾ തിരിയും, നിന്റെ സാഹചര്യങ്ങൾ തിരിയും. നീ യോഗത്തിന് കയറി വന്നതുപോലെ ഇറങ്ങിപ്പോകത്തില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അല്ല, അത്ഭുതങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ ഭാവിയിലും ദൈവം ചെയ്തിരിക്കും. നമ്മൾ പലപ്പോഴും ഒത്തിരി പേർ കേൾക്കുന്നതാണല്ലോ വിശ്വസിക്കുന്നത്, വചനമല്ലല്ലോ വിശ്വസിക്കുന്നത്. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. നമ്മൾ പലപ്പോഴും ഒത്തിരി പേർ കേൾക്കുന്നതാണല്ലോ വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലരുടെ അനുഭവമാണല്ലോ വിശ്വസിക്കുന്നത്, വചനമല്ലല്ലോ വിശ്വസിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് തിരിയാം, അത് കയറി പിടിക്കാം. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എവിടെയെങ്കിലും നടക്കുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങൾ നിനക്ക് വരണമെന്നില്ല. നിനക്ക് വരുന്നത് വചനം മാത്രമാണ്. അപ്പൊ നിന്റെ ലൈഫിൽ ദൈവം ഒരു ഗോൾഡൻ ടൈം തരും. ഇവനിങ്ങനെ നീറി പാതാളത്തിലേക്ക് പോകാൻ കാല് മറക്കി വെച്ചപ്പം ഒരു ചൈതന്യത്തിന്റെ രഥം അവനെ കാലിൽ പാതാളത്തിൽ നിന്ന് കയറ്റി അവനെ ദർശനത്തിലേക്ക് ഉയർത്തി. ആമേൻ പറഞ്ഞാട്ടെ. ചിലരെ ദൈവം മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദർശനത്തിലേക്ക് കയറ്റുക. ഹല്ലേലൂയ. നീ ഇങ്ങനെ മരിച്ചാൽ നിന്നിലുള്ള ദർശനം എങ്ങനെ നടക്കും? കേട്ടില്ല. നീ ഇങ്ങനെ മരിച്ചാൽ നിനക്കൊരു ദർശനമില്ലേ? എടാ മോനെ, നിന്നിലൂടെയാ 12 ഗോത്രം ഉണ്ടാകണ്ടേ. നിന്നിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ അടിത്തറ ഇടണ്ടേ. നിന്റെ തലമുറകളാണ് ഇനി നാളെ ലോകം ഭരിക്കത്തക്കവണ്ണം എഴുന്നേറ്റ് വരേണ്ട ഒരു രാജ്യമായി തീരണ്ടേ. അങ്ങനെ വലിയൊരു അസൈൻമെന്റ് നിന്റെ മേൽ കിടക്കുമ്പോൾ നീ മരിക്കണമെന്നാണോ നീ പറയുന്നത്? ഇല്ല, ചാടി എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ. ഈ യാക്കോബ് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഫറവോനെ അനുഗ്രഹിച്ചവൻ തുടങ്ങാണ്. നീ കുഴിയിൽ നിന്ന് എഴുന്നേറ്റാൽ പിന്നെ രാജാക്കന്മാരെ അനുഗ്രഹിക്കുന്ന ലെവലിലേക്ക് വളർത്തും. രാജാവിനെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് എത്ര വയസ്സായി? അതിന് യാക്കോബിൻ്റെ മറുപടി, എൻ്റെ പരദേശ പ്രയാണം 130. അത് കഷ്ടവും സങ്കടവും ദുഃഖവും നിറഞ്ഞതാണ്. എന്നാൽ അതെൻ്റെ പിതാക്കന്മാരുടെ ആയുസ്സോളം എത്തിയിട്ടില്ല. ഞാൻ ഓൺ ദ വേ ആണ്. ഞാൻ ഓർത്ത് പുള്ളി 130 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളെന്ന്. പക്ഷെ 130 വർഷത്തെ ചരിത്രം അദ്ദേഹം പറഞ്ഞു, ഇത് കഷ്ടമാണ്, ഇത് സങ്കടമാണ്, ഇത് ഞെരുക്കമാണ്. പക്ഷേ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്, യാക്കോബ് മിസ്രൈമിൽ 17 വർഷം ജീവിച്ചു. ആമേൻ പറഞ്ഞില്ല? യാക്കോബ്, നിങ്ങൾ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, യാക്കോബ് മിസ്രൈമിൽ 17 വർഷം ജീവിച്ചു. ദുഃഖത്തോടെയല്ല, ഞെരുക്കത്തോടെയല്ല, കരച്ചിലോടെയല്ല, വേദനയോടെയല്ല, ഭാരത്തോടെയല്ല, തകർച്ചകളോടെയല്ല, മറിച്ചൊരു ഗോൾഡൻ ടൈം ദൈവം അവന് കൊടുത്തു. കൈ ഉയർത്തി ഒരു ആമയം പറയാൻ പറ്റുമെങ്കിൽ ഈ ദൂതിലേക്ക് നിങ്ങൾ ഇന്ന് ഇറക്കി നിർത്തി ഞാൻ ആമയം പറയിപ്പിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു 3/4% തീർന്നിട്ടുണ്ടാകാം. എന്നാൽ വീണ്ടും ഒരു 17 വർഷം യാക്കോബേ നിനക്ക് തന്നിട്ട് ഈ ചുരുക്കം സമയം കൊണ്ട് നിന്നെ ഏൽപ്പിച്ച ദൗത്യം വേഗത്തിൽ ശീഘ്രത്തിൽ ചെയ്യുവാൻ ദൈവം നിന്നെ ഒരുക്കാൻ പോകുകയാണെന്ന് ദൈവം ചിലരോട് ദൂത് പറയുകയാണ്. വിശ്വസിച്ച് കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി എനിക്ക് ചുവട് വെക്കാൻ ഒന്നുമില്ല, ഒന്ന് മരിച്ചാൽ മതിയെന്ന് നീ പറഞ്ഞിരിക്കുന്നെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെയും നിന്റെ അവസ്ഥകളെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ സ്ഥാനങ്ങളെയും മാറ്റിമറിച്ച് ചുരുങ്ങിയ ചില സമയങ്ങൾ ദൈവം നിനക്ക് തരും. ആമേൻ. കഴിഞ്ഞ 130 വർഷം ചെയ്യാൻ കഴിയാത്തത് കേവലം 17 വർഷം കൊണ്ട് ഒരു രാജാവിനെ പോലെ ഇരുത്തി നിന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടേ ഞാൻ അയക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ സമയത്തിന് മുമ്പേ നിന്നെ മരിപ്പിക്കുന്ന രോഗങ്ങൾ, ശാപങ്ങൾ, അനർത്ഥങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ പറയുന്നു, വേല തികച്ചിട്ടേ പോകാവൂ, വേല തികച്ചിട്ടേ പോകാവൂ. നിന്റെ മേൽ ദൈവം എഴുതിയ ദർശനം മുഴുവൻ പൂർത്തീകരിച്ചിട്ടേ പോകാവൂ. ഹേ പിശാചേ, നിനക്കെന്നെ തൊടാൻ അധികാരമില്ല, എൻ്റെ കുടുംബത്തെ തൊടാൻ അധികാരമില്ല, എൻ്റെ ആരോഗ്യത്തെ തൊടാൻ അധികാരമില്ല, എൻ്റെ അവയവങ്ങളെ തൊടാൻ അധികാരമില്ല. യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുന്ന രോഗങ്ങൾ, തകർച്ചകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ പൊട്ടിക്കുന്നു. ജനത്തിന്റെ മേൽ ആരോഗ്യം വരുന്നു. ഏറ്റെടുത്ത് ജനത്തിന് ആരോഗ്യം വരുന്നു. ജനത്തിന് ഈ ഒരു സമയം തന്നെ ചിലർ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബലം ക്ഷയിച്ചു പോകുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ചില പ്രത്യേക ശരീരഭാഗങ്ങൾ തളർന്നു പോകുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അവരുടെ മേൽ ബലം വരട്ടെ, അവരുടെ മേൽ ധൈര്യം വരട്ടെ, അവർക്ക് ആരോഗ്യം വരട്ടെ. ഞാൻ ആരോഗ്യവും രോഗസൗഖ്യവും വരുത്തുന്ന ദൈവമാണ്. 17 വർഷം ദൈവം അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. നീ സന്തോഷിക്കുന്നേ? അമ്മയും പറഞ്ഞില്ല. 17 വർഷം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നീ സന്തോഷിക്കും മോനെ. നീ നിന്റെ മക്കളോട് കൂടെ നിന്ന് സന്തോഷിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ജോസഫിനോട് ചേർന്ന് നീ സന്തോഷിക്കുക. നീ നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച ബെന്യാമിനോട് ചേർന്ന് നീ സന്തോഷിക്കുക. ഈ യാക്കോബ് യോസേഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം തൊട്ട ഒരു പേടി കയറി. ചിലരുടെ നഷ്ടങ്ങൾ നിന്റെ അകത്ത് പേടി കയറ്റിയിട്ടുണ്ട്. നിനക്ക് ഇന്നലെ വന്ന ചില അനർത്ഥങ്ങൾ, ചില കള്ളങ്ങൾ നിനക്ക് ചില പേടി വരുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചില ഉൾഭയങ്ങളെ ദൈവം ഇന്ന് പകൽ പൊളിക്കുകയാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഉൾഭയങ്ങളെ ചുടബലപരവ ഞാൻ മരിച്ചു പോകുമെന്നൊരു ചിന്ത ചിലരുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇല്ല, ഇന്ന് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. നീ ഇപ്പോഴൊന്നും മരിക്കത്തില്ല. നീ ആരോഗ്യത്തോടെ ഇരിക്കും. നിന്റെ തലമുറ ഇരിക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ. ഈ യോസേഫ് നഷ്ടപ്പെട്ട നിമിഷം മുതൽ പിന്നെ ഇവൻ്റെ അകത്തൊരു ഭയം കയറി. പിന്നെ അവൻ ഇങ്ങനെ ബെന്യാമിനെ കെട്ടിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. വിട്ടുകൊടുക്കത്തില്ല. ഇനി ഇവനും പോവോ? ഞാനിന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ഒന്നും പോകത്തില്ല. ആരൊക്കെയോ നിനക്ക് നഷ്ടപ്പെട്ടെന്നൊരു തോന്നലുണ്ടല്ലോ. നഷ്ടപ്പെട്ടതും മടങ്ങും, നിന്റെ കയ്യിലുള്ളതും നഷ്ടപ്പെടത്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരികയാണ്. നഷ്ടപ്പെടുമെന്ന് പറയുന്നത് നിന്റെ അടുക്കൽ തുടരാൻ പോകുകയാണ്. നിന്റെ ഉള്ളിലെ ഭയങ്ങൾ മാറട്ടെ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു ആമേൻ. ഹല്ലേലൂയ. 17 വർഷം ദൈവത്തിന് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ദർശനം പൂർത്തീകരിക്കാൻ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഏറ്റവും ശ്രദ്ധാലുവായിരിക്കണം നിങ്ങളെ ഏൽപ്പിച്ച ദർശനത്തെക്കുറിച്ച്. ഞാൻ വെറുതെ ഇവിടെ ജീവിക്കാൻ വന്നവനല്ല. ഇവിടെ നല്ലൊരു വീട് വെച്ച്, നല്ലൊരു കാറ് വാങ്ങിച്ച്, നല്ല കുറേ സ്ഥലവും വാങ്ങിച്ച്, നല്ലൊരു ബിൽഡിങ്ങും പണിത്, ഇവിടുത്തെ മൊത്തം അരിയും തിന്ന്, ഇവിടുത്തെ മൊത്തം കോഴിയും തിന്ന് തീർക്കാൻ വന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അതിന് കിട്ടത്തില്ല. പക്ഷേ ഞാൻ നല്ല വീട്ടിൽ കിടക്കും, നല്ല കാറിൽ യാത്ര ചെയ്യും, നല്ല ഭക്ഷണം കഴിക്കും. ആമേൻ.
ആമേൻ. പക്ഷേ ഞാൻ വന്നത് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ. ആമേൻ. ദൂതന് ചില അർത്ഥങ്ങളുണ്ട്. ദൈവം അത് തൊടട്ടെ. നിന്റെ ദർശനം പൂർത്തീകരിക്കണം. നിന്നെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് ഇടയിൽ കയറി പറഞ്ഞേക്കാം. ആമേൻ. യോസേഫിന്റെ ദർശനം എന്ന് പറയുന്നത് കനാനിൽ കിടക്കുന്ന എല്ലാറ്റിനെയും മിസ്രൈമിൽ കൊണ്ടുവരികയാണ്. അതിന് നീ ജീവനോട് ഇരുന്നേ പറ്റൂ. മോശയുടെ ദർശനം എന്ന് പറയുന്നത് മിസ്രൈമിൽ കിടക്കുന്ന എല്ലാത്തിനെയും കനാനിൽ എത്തിക്കാനാണ്. അതിനുവേണ്ടി നീ ജീവിച്ചിരുന്നേ പറ്റൂ. എൻ്റെ ദർശനം എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകുന്ന അനേകരെ സ്വർഗത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അതിന് ഞാൻ ജീവിച്ചിരുന്നേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യാം. കൈ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ. ഒരു വലിയ ഗോൾഡൻ ടൈം ദൈവം നിങ്ങൾക്ക് തരും. ഈ 17 വർഷം കൊണ്ട് തന്നെ എന്തിന് ദൈവം അയച്ചോ അത് മുഴുവൻ ചെയ്യിച്ചു. പറഞ്ഞാട്ടെ, തന്നെ എന്തിന് ദൈവം അയച്ചോ അത് മുഴുവൻ അവൻ ചെയ്തു. വാ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. മുഴുവൻ കാര്യം അവൻ ചെയ്തു. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു സ്തോത്രം 12 ഗോത്രത്തെ ആമേൻ സജ്ജമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ. ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തം പൂർത്തീകരിക്കാൻ യാക്കോബേ നിന്നിലൂടെ ഇതൊരു 12 ഗോത്രമാക്കണം. ഈ 12 ഗോത്രമായെങ്കിലേ ഇത് മിസ്രൈമിൽ നിന്ന് ഒരു വലിയ ജനതയാകത്തുള്ളൂ. ഇത് വലിയൊരു ജനതയായെങ്കിലേ സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് ആ ജനത്തെ മോശയിലൂടെ പുറപ്പെടുവിച്ച് തൻ്റെ നിയമങ്ങളും കൽപ്പനകളും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രത്യേക ജനം നിയമങ്ങളിലൂടെ സെപ്പറേറ്റായി സൂക്ഷിക്കപ്പെട്ട് അവൻ സൂക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മാനവ ജനതയെ മുഴുവനും രക്ഷിക്കേണ്ട മശിക അതിൻ്റെ നടുവിൽ വരത്തുള്ളൂ. ആമേൻ. യേശു ക്രിസ്തു വന്നെങ്കിൽ മാത്രമേ മുഴു ലോകത്തെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി പൂർത്തീകരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് പൂർത്തീകരിക്കണമെങ്കിൽ നീയും ഞാനും ജീവിച്ചിരുന്നേ പറ്റത്തുള്ളൂ. വലിയൊരു ദൈവ പദ്ധതിയുടെ ഒരു ചങ്ങലയാണ് നീ. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. പോരല്ലോ, ഒന്നുകൂടെ പറയും. വലിയൊരു ദൈവ പദ്ധതിയുടെ പൂർവകാല നിത്യതയിൽ ദൈവം തുടങ്ങിയ ഭാവികാല നിത്യതയിൽ പൂർത്തീകരിക്കുന്ന ദൈവരക്ഷയുടെ ഒരു പദ്ധതിയുടെ ചങ്ങലയാണ് നീയും ഞാനും. ഇത് അറ്റുപോകാൻ പറ്റില്ല. ഇതിലൊരു വാഗ്ദത്തവും നിറവേറാതിരിക്കാൻ പറ്റത്തില്ല. ഇതിലൊരു ദൂതും മിസ്സാകാൻ പറ്റത്തില്ല. അതിന് ദൈവം ആരോഗ്യവും അഭിഷേകവും ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തന്നിരിക്കും. നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവ പദ്ധതിയുടെ അകത്തോട്ട് കയറി നിന്നോണം. ഈ 17 വർഷം കൊണ്ട് ഇവൻ ചെയ്ത ശുശ്രൂഷ എത്ര ഭയങ്കരമാണ്. 12 ഗോത്രത്തെ അവൻ സജ്ജമാക്കി. അവൻ നോക്കിയപ്പോൾ 2 ഗോത്രമില്ല. അപ്പോൾ നോക്കിയപ്പോഴാ യോസേഫ് തൻ്റെ 2 മക്കളെയുമായിട്ട് വരികയാണ്. അവൻ കൈ പിടഞ്ഞു വെച്ചവരെ അനുഗ്രഹിച്ചു. യോസേഫ് പറഞ്ഞു, അപ്പാ തെറ്റുപറ്റിപ്പോയി, പൈസയൊന്നില്ലേ, കണ്ണിന് കാഴ്ച കുറവാ. പറഞ്ഞു, ഇല്ല മോനെ, അങ്ങനെ ഒന്നും കാഴ്ച കുറഞ്ഞിട്ടില്ല. നീ ഇന്നിൻ്റെ കാണുന്നേ, ഞാൻ നാളകളാ കാണുന്നേ. ദൂരവീക്ഷണമുള്ള കണ്ണുകൾ ദൈവം നിനക്ക് തരാൻ പോവുക. നിന്റെ തലമുറ ആരാകും, വർഷങ്ങൾ കഴിഞ്ഞ് അവരെന്താകും എന്ന് കാണത്തക്കവണ്ണം നിന്റെ ആത്മീയ കണ്ണുകളെ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ട് നീ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇടപെടട്ടെ. അനുഗ്രഹിച്ചു, തീർന്നില്ല, അവൻ പ്രവചിച്ചു. അവൻ്റെ അനുഗ്രഹമെല്ലാം പ്രവചനമായിരുന്നു. ഹല്ലേലൂയ. പ്രവചിച്ച് തീർന്നിട്ട് അവൻ കട്ടിലേക്ക് കയറി കിടന്നു. എന്നിട്ട് നോക്കി, എങ്ങനെയുണ്ട്, ശരിക്കാണോ കിടക്കുന്നത്? കേട്ടില്ല. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് അപ്പുറത്തെ വീട്ടിലെ തങ്കച്ചൻ, ഇപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ കോടാലി കൊണ്ട് കൈ അടിച്ച് നേരെയാക്കി വെക്കണോ?
കേട്ടില്ല, കിടക്ക്. അല്ലേ, ഞാൻ കണ്ടിട്ടില്ല ചിലരൊക്കെ കൈയൊക്കെ ഇങ്ങനെ അടിച്ച് നൂർക്കുകയാണ് അവിടെ വന്ന്. കട്ടിലേക്ക് കയറി കിടന്നു. കിടക്കുമ്പോഴും അവൻ നോക്കി, എന്നിട്ട് അതിൻ്റെ പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. അവൻ ഇസ്രായേൽ കട്ടിലിൽ കയറി കാലെടുത്ത് വെച്ച് കിടന്ന് പ്രാണനെ വിട്ടു. എന്ന് പറഞ്ഞാൽ താൻ എപ്പോൾ മരിക്കുമെന്ന് പോലും അവനറിയാമായിരുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്ന ഞാൻ അറിയുന്നു. പത്രോസ് പറയുന്നു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എത്ര പേർ കാമയം പറ, നീ അങ്ങനെയൊന്നും പെട്ടെന്ന് മരിക്കത്തില്ല, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞേ നീ മരിക്കത്തുള്ളൂ. വിശ്വസിക്കുന്ന ഒരു രാമയം പറഞ്ഞാട്ടെ. എല്ലാവരും കൈ ഉയർത്തി രാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ അവസാനത്തിൽ ആമേൻ വെപ്പാട്ടികളുടെ മക്കളെ, ദാസിമാരുടെ മക്കളെയൊക്കെയും ദാനങ്ങൾ കൊടുത്ത് അകറ്റി. പ്രൈസ് ഗോഡ്. ആമേൻ. ഇസഹാക്കിനെ അവൻ സേഫ്റ്റിയാക്കി, സുരക്ഷിതമാക്കി. എന്നിട്ടാ മരിച്ച എന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത്, വീടൊക്കെ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത്, ആമേൻ, എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞാൽ മരിച്ചെന്ന്. വീടും കൊടുക്കത്തില്ല, സ്ഥലവും കൊടുക്കത്തില്ല, 4 പിള്ളേരുണ്ട്. മരിച്ചു കഴിയുമ്പോൾ പിള്ളേരെല്ലാം കിടന്ന് അടിയാ. അയ്യോ, ഇത് കയറി വന്നതാണ്. പക്ഷെ അന്നിപ്പോൾ എനിക്കറിയാം ഇതൊരു ദൂതാണെന്ന്. നിനക്ക് പേടിയാണ് ഇതൊക്കെ ചെയ്യാൻ. നിന്റെ സമയം അടുത്തെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യ. എല്ലാം കുളവായി മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ. സഹാമേൻ ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമീകരിക്ക്, നീ മരിക്കും എന്ന് പറഞ്ഞാൽ നീ മരിക്കുന്നതിനിപ്പുറം എല്ലാം ക്രമീകരിച്ചിട്ട് വേണമെന്ന്. നാമം പറഞ്ഞാട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ദൈവം ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. അങ്ങനെയുള്ള ചില പ്രോബ്ലങ്ങളിൽ ചില കുടുംബങ്ങളും ചില വ്യക്തികളും ഞരങ്ങുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനം ഇവിടെ വെളിപ്പെടുത്തിയപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ദൈവം പരിഹരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ മരിച്ചു കഴിഞ്ഞും നിന്റെ മക്കൾ ഒരുമിച്ച് തന്നെ തുടർന്നിരിക്കും. അവർ സ്വത്തിൻ്റെ പേരിലും സ്ഥലത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും അടിച്ചു പിരിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അവർ ഒരുമിച്ച് തന്നെ തുടരും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഡിസ്യൂണിറ്റിയുടെ സ്പിരിറ്റിനെയും ഇന്ന് ഈ വചന മുൻപിൽ ആത്മാവിൽ കട്ട് ചെയ്യുന്നു. കൈ ഉയർത്തി ഒരു ആമേൻ. ഇതൊരു വിടുതലാണ് ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ഈ വചനം ഇറങ്ങി വരത്തില്ല. അവനെല്ലാം ക്രമീകരിച്ചു, കട്ടിലിൽ കയറി പ്രാണനെ വിട്ടുകൊടുത്തു. നീ മരിക്കാത്തത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ആകട്ടെ ചിന്തിക്കരുത്. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാം ക്രമീകരിക്കപ്പെടാൻ പോവാണ്. നാളെ നിന്നെ ഓർക്കുമ്പോൾ ഒരു അത്ഭുത വിഷയമായി ഓർക്കുന്ന നിലകളിൽ ദൈവം കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വചനത്തിന് ഒരു ആമയം പറയാമോ? നിങ്ങൾ ഈ വചനത്തിന് ഇന്നൊരു ആമയം പറഞ്ഞ് വിശ്വസിച്ചേറ്റെടുത്താൽ കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഇന്ന് പരിശുദ്ധാത്മാ സോൾവ് ചെയ്യും. അകന്ന് നിന്നവരൊക്കെ വരാൻ പോകുകയാണ്. അടുത്ത് ആമേൻ വഴക്കുണ്ടാക്കിയവരുടെ വഴക്കുകൾ മാറാൻ പോകുകയാണ്. എതിർത്തവർ എതിരേൽപ്പുമായി വന്ന ചരിത്രം വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ ആമേൻ. കൊല്ലാൻ തുടങ്ങിയ ആമേൻ ഏശാവ് ആമേൻ എതിരേറ്റ് കരഞ്ഞുകൊണ്ട് വന്നതുപോലെ ഇന്നലകളിൽ വൈരാഗ്യമുള്ളവർ സ്നേഹിച്ചു വരാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ ഛിദ്രിപ്പിക്കുന്ന, തലമുറകളെ തിരിച്ചു കളയുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വാഗ്ദത്തമുള്ള ജനത, വാഗ്ദത്തമുള്ള കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് നിൽക്കട്ടെ. ആത്മാവിലൊരു സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയുന്നു, പല കുടുംബത്തിൽ വന്ന പ്രശ്നം നിന്റെ കുടുംബത്തിൽ വരത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. പല കുടുംബത്തിൽ വന്ന പ്രശ്നം നിന്റെ കുടുംബത്തിൽ വരത്തില്ല. ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞ്, പല കുടുംബത്തിൽ വന്ന പ്രശ്നം നിന്റെ കുടുംബത്തിൽ, അതിനുവേണ്ടി എല്ലാം ക്രമീകരിക്കാൻ ഒരു ഗോൾഡൻ ടൈം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ പറയുന്നു, നീ വിജയിച്ച അഭിഷക്തനായിരിക്കും.
നീ വിജയിച്ച അഭിഷക്തയായിരിക്കും, നീ വിജയിച്ച അപ്പനായിരിക്കും, നീ വിജയിച്ച അമ്മയായിരിക്കും, നീ വിജയിച്ച ശുശ്രൂഷകനായിരിക്കും. അങ്ങനെ ദൈവം നിന്നെ ഒരു ജയാളിയാക്കാൻ പോകുകയാണ്.